ഗുഡ് മോർണിംഗ്. മൺഡേ മോർണിംഗ് ഹാപ്പി കിച്ചൺ. എണീറ്റുടനെ നേരെ കിച്ചണിലേക്ക് പോകുന്ന ദിവസങ്ങളിൽ ഒന്നാണ് മൺഡേ. ക്ലീനിങ്, കുക്കിംഗ് എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ചെയ്യും. ഇനി എന്താ, ഇനി കുറച്ച് മോട്ടിവേഷൻ ടോക്ക്. ഓഫീസിലൊരു ഹോളിഡേ ആണെന്ന് വിചാരിക്കാം. അപ്പം ഓഫീസില്ല, വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാന്ന് വിചാരിക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ തോന്നാറുണ്ടോ? അയ്യോ എനിക്ക് പണിയില്ലല്ലോ, അയ്യോ എനിക്കത് ചെയ്യാനില്ലല്ലോ എന്ന് തോന്നാറുണ്ടോ? എന്ന് ഞാൻ സത്യം പറയട്ടെ, എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ഇന്നലെ എനിക്ക് അങ്ങനെ നല്ലോണം തോന്നിയിരുന്നു. ബേബി ഹെയർസ് ഉണ്ടോ? ഇതൊക്കെ ഇപ്പം വളർന്നു വരുന്നത്. ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. ബട്ട് ഇതൊക്കെ സൂക്ഷിച്ചല്ലോ, ഒതുക്കി വെക്കാൻ പെടുന്ന ഒരു പാട്. ഓ മൈ ഗോഡ്. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാനൊരു 1 വീക്കായിട്ട് വേണ്ടാന്ന് വെക്കില്ല. ഞാൻ വേറെ എന്തൊക്കെയോ കാരണം കൊണ്ട് ചെയ്യാണ്ടിരുന്നിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വീണ്ടും ചെയ്യാൻ പോവുകയാണ്. അതാണ് ഇന്നത്തെ ഒരു സ്പെഷ്യാലിറ്റി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു തോന്നുന്നു, ജസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ അഫർമേഷൻസ്, മോർണിംഗ് അഫർമേഷൻസ് ഒക്കെ ഇതിൽ ഞാൻ അതിൻ്റെ ഒരു ഹാബിറ്റ് അല്ലാതെ ആയിപ്പോയി എന്നൊക്കെ. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു, ഞാനത് എഴുതിയിരുന്നപ്പോൾ ഐ വാസ് ഹാപ്പി. അല്ല, ഇപ്പോഴും ഹാപ്പി അല്ലാന്നല്ല, പക്ഷേ കൂടുതൽ ഹാപ്പി ആയിരുന്നു അത് എഴുതിയിരുന്ന സമയത്ത്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ അഫർമേഷൻസ് എഴുതാതുപോലെ ഒരു ടു ഡു ലിസ്റ്റ്, പേഴ്സണൽ ടു ഡു ലിസ്റ്റ്, നമ്മൾ ഓഫീസിൽ എപ്പോഴും എഴുതുന്നതാണ് ടു ഡു ലിസ്റ്റൊക്കെ. പക്ഷേ ഒരു പേഴ്സണൽ ടു ഡു ലിസ്റ്റ് ഞാൻ കുറേ നാൾ മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ചെയ്യാറില്ല. അതൊക്കെ ഒന്ന് ചെയ്ത് കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആവാമെന്ന് വിചാരിച്ചു. നോക്കട്ടെ നടക്കുമെന്ന്. ഇങ്ങനെ എഴുതുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സുഖം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. ഇന്ന് ജുഗുനുവിൻ്റെ ചുമ പ്രമാണിച്ച് വർക്ക് ഫ്രം ഹോം ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ്. അവന് സ്കൂളിൽ വിട്ടിട്ടില്ല, ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ബഹളമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഈസി യമ്മി ഉപ്മാവിന് എനിക്ക് കറിയോ പഴമോ നിർബന്ധമില്ല കേട്ടോ. അച്ചാറാണേലും ബഹലേഭേഷ് കേമായിരിക്കണു. പക്ഷേ സൂര്യചേട്ടൻ അങ്ങനെയല്ല, പഴം വേണം. അതുകൊണ്ട് പഴവും എന്തായാലും എറിച്ച്. വർക്കിൻ്റെ ഇടയിൽ മാംഗോ. ഉച്ചയ്ക്ക് വിസ്തരിച്ചൊന്നുമില്ല, മോരുചുട്ടനും കടലപ്പേരും. അതൊരു അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. ആർക്ക്? എനിക്ക്. അസലൊരു കോഫി കുടിച്ചാൽ ഉണർവ് കൂടും. നല്ല കാറ്റും മഴക്കോളും ഉണ്ട് കേട്ടോ. വേനൽമഴയുടെ വരവാണ്. മഴ വരാൻ നേരം ചെടിക്ക് വെള്ളമൊഴിക്കുന്ന ഒരു പ്രത്യേക സുഖമാണ്. വട്ടാണെന്ന് തോന്നും. കാറ്റത്ത് ആടാൻ വാങ്ങിയത് കൊടുങ്കാറ്റിലെന്നല്ല, ചെന്തെങ്ങിൻ്റെ കള്ളടിച്ച പോലും ആടില്ല. മഴ മാറി, മാനം തെളിഞ്ഞു. ഇന്നലത്തെ കുറച്ച് പാല് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അടിപൊളി പനീർ ഉണ്ടാക്കി, നല്ല ഹോം മെയ്ഡ് പനീർ. നമുക്ക് ഡിന്നറിന് ഊത്തപ്പാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ്, സ്വാതി സാവിത്രി.